ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനമായി ഈ വിദ്യാർത്ഥികളുടെ അക്കാദമിക തലത്തിനെ ഏതെങ്കിലും തരത്തിൽ ഇത് ഈ 4 വർഷ ബിരുദം ബാധിക്കുന്നുണ്ടോ? എന്താണ് KSUവിന്റെ നിലപാട്? ഇവിടെ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗുരുതരമായ പല സാഹചര്യങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ആശങ്കയും ആശയക്കുഴപ്പവും ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപ്പിൽ വരുത്തുന്ന രീതിയും പ്രായോഗിക തലത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംബന്ധിച്ചുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ നല്ല വശങ്ങളുമുണ്ട്. കൃത്യമായി അത് ഫലപ്രദമായ രീതിയിൽ ഈ പറയപ്പെട്ട എല്ലാ സൗകര്യങ്ങളോടും കൂടെ എല്ലാ തരത്തിലുള്ള മികവോടും കൂടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ നിലവാരവും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ രാജ്യാന്തര തലത്തിലുള്ള ഒരു പഠന രീതിയാണെന്നും ഈ പറഞ്ഞ ജോബ് പ്രൊഫൈൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ സതുദ്ദേശത്തോടെയാണ് അത് നടപ്പിലാക്കുന്നത് എങ്കിൽ അങ്ങനെ വ്യത്യസ്ത തലത്തിൽ ഗവേഷണ തലത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ കഴിയുന്ന സാഹചര്യമൊക്കെ ഒരു വശത്തുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ സർക്കാർ ഈ വിഷയത്തിൽ നടപ്പിലാക്കിയ രീതിയും അതിൻ്റെ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങളും ഏതാണ്ട് ഒരു അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സിലബസുകൾ പോലും തയ്യാറാക്കാതെ വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. താൻ ഏത് വിഷയത്തിൽ ഡിഗ്രി എടുക്കണം, അതിൻ്റെ ഉപരി വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം, അത് ഏതൊക്കെ വിഷയത്തിൽ ഗാഢമായ പഠനം നടത്തണം, അങ്ങനെ എല്ലാ മേഖലയെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനും അറിയാനുമുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ പോലും കൃത്യമായി ഹനിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഈ കോഴ്സുമായി പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സിലബസുകളൊന്നും തന്നെ ഇതുവരെയും കേരളത്തിലെ സർവകലാശാലകളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത്. കേവലം 1-2 സെമസ്റ്ററുകളിലേക്ക് അല്ലെങ്കിൽ ചുരുക്കം ചില സെമസ്റ്ററുകളിലേക്ക് മാത്രം ബഹുഭൂരിപക്ഷം പ്രോഗ്രാമുകളിലും സിലബസ് പ്രസിദ്ധീകരിക്കുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലാണ്. ഒരു തരത്തിലുള്ള ധാരണയും അത് സംബന്ധിച്ച് സർവകലാശാലകൾക്കോ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിനോ ഇല്ല. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കേണ്ട, മുൻകൈ എടുക്കേണ്ട അധികാരികളെ സംബന്ധിച്ച് കൈമലർത്തുന്നൊരു സാഹചര്യം. കോഴ്സുകൾ സംബന്ധിച്ച് സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യുന്നതിനായിട്ട് കോഴ്സ് ബാസ്ക്കറ്റുകൾ ഉണ്ടാവുന്നതാണ്. ബാസ്ക്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും കോഴ്സുകളെ സംബന്ധിച്ചില്ല. അത്രയും ദയനീയമായ രീതിയിലേക്ക് ഇതിന്റെ പ്രാരംഭ സിലബസ് രൂപീകരണം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന പ്രവർത്തനമാണ്. ബാക്കിയുള്ള കാര്യം ഇവർ ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന ഇതിന്റെ അന്തർദേശീയ തലവും അതിന്റെ പഠന നിലവാരവും വിദ്യാർത്ഥികളുടെ മനോനിലയും ക്യാമ്പസ് അന്തരീക്ഷവും അതൊക്കെ മറ്റൊരു വശമാണ്. അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട സിലബസ് പോലും കൃത്യമായി കൈകാര്യം ചെയ്യാതെയാണ് ഒന്ന് ഈ പ്രക്രിയയിലേക്ക് കടന്നത്. പിന്നെ ഇത് സംബന്ധിച്ച് വരുന്ന ഒരുപാട് ആശങ്കകൾ നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ മൂല്യനിർണ്ണയം ഉൾപ്പെടെ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും. ഇപ്പൊ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രതിസന്ധികൾ പരീക്ഷാ നടത്തിപ്പിലും അതിന്റെ മൂല്യനിർണ്ണയത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ 1, 3, 5 സെമസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സെമസ്റ്ററുകളിലെല്ലാം എവിടെയാണ് ഇതിന്റെ വാല്യുവേഷനും പരീക്ഷാ നടത്തിപ്പും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കലും എല്ലാം നടക്കുന്നത്? അതത് കോളേജുകളിലാണ്. അങ്ങനെ മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ വലിയ അപാകതകൾ സംഭവിക്കാൻ പോകുന്ന വീഴ്ചകൾ, ഇത്രയധികം കുട്ടികൾ, ഇത്രയധികം ക്യാമ്പസുകൾ, ഇത്രയധികം കോഴ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്റേൺഷിപ്പുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാർഗരേഖയും വ്യക്തതയും ഇല്ലാതെ വ്യത്യസ്തമായ പല ആശങ്കകൾ. ക്രെഡിറ്റ് ഫോർമുലയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം. ആ ക്രെഡിറ്റ് ഫോർമുലയിൽ പോലും UGC നിഷ്കർഷിക്കുന്ന ക്രെഡിറ്റ് ഫോർമുലയും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ ഈ പറഞ്ഞ സർവകലാശാല പ്രോഗ്രാമുകളുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ക്രെഡിറ്റ് ഫോർമുലയൊക്കെ തമ്മിലുള്ള വൈരുദ്ധ്യവും അന്തരവും ഒക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആ ആശങ്കയും പ്രയാസവും ഒക്കെ തന്നെയാണ് KSU ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മേനി നടിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ എന്തോ വലിയ ഇതിന്റെ ഭാഗമാണ്, മേനിയുടെ ഭാഗമാണ് എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി താല്പര്യം മുൻനിർത്തിയിട്ട് ഈ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ ഈ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതെ അംഗീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളെയും വിദ്യാർത്ഥികളെ ഭാവിയെ വെച്ച് പന്താടുന്ന നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും അത് തന്നെയാണ്.